ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ന്യൂ ഡ്രാമയുടെ നെക്സ്റ്റ് പാർട്ടുമായിട്ടാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. അങ്ങനെ ഫെയ് ലിയുവിന്റെ മനസ്സിലേക്ക് ഒരു വലിയ ഗുണ്ടെടുത്തെറിയും. എനിക്ക് ബോയിന് ഇഷ്ടമാണ്, അതിന് നീ വേണം എന്നെ ഹെൽപ്പ് ചെയ്യാനെന്ന് പറയും. ഇത് കേൾക്കുമ്പോൾ ലിയു വല്ലാണ്ട് ഷോക്കായിട്ട് നിൽക്കുവാണ്. എന്താ നിനക്കിത് കേട്ടിട്ട് ഷോക്ക് ആവുന്നുണ്ടോ എന്ന് ഇങ്ങനെ ചോദിക്കും. ഷോക്കൊന്നുമല്ല, ഞാൻ നിങ്ങൾ രണ്ടുപേരും ആ ഒരു രീതിയിൽ നോക്കുന്നത് ഇതുവരെ കണ്ടിട്ടേ ഇല്ല എന്ന് പറയും. ആക്ച്വലി അന്ന് നടന്ന ആ ഒരു ഫംഗ്ഷൻ കഴിഞ്ഞ് നീ നേരത്തെ തന്നെ വീട്ടിലേക്ക് പോയി. ആ ടൈമിന് ഒരു സംഭവം ഉണ്ടായി. എന്നെ ഒരു പ്രൊഡക്റ്റ് ആയിട്ട് സെന്ററിൽ നിർത്തി വെച്ച് ഒരു കോമ്പറ്റീഷൻ പോലും നടത്തി. അതില് ബോയാണ് എന്നെ കെയർ ചെയ്തതും എന്നെ ഒരു പ്രൊഡക്റ്റ് ആയിട്ട് കാണാൻ പാടില്ല എന്ന് പറഞ്ഞതും. എനിക്കൊരു പ്രോബ്ലം വന്നപ്പോ അവൻ എനിക്ക് വേണ്ടി സംസാരിച്ച് എനിക്ക് വേണ്ടി നിന്നു. ആ ഒരു ടൈമിന് എനിക്ക് വല്ലാത്ത ഒരു കംഫർട്ട് അവനിൽ ഫീൽ ചെയ്തു. അത് ലൈഫ് ലോങ് വേണമെന്നാണ് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം. അയ്യോ ലിയു, ഞാൻ ഭയങ്കര പൈങ്കിളിയായി പോയ പോലെ നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ഇങ്ങനെ ചോദിക്കും. അങ്ങനെയൊന്നുമില്ല, എനിക്ക് നിന്റെ ഫീലിങ്സ് മനസ്സിലാവുന്നുണ്ടെന്ന് പറയും. അതുകൊണ്ടാണ് ഞാൻ നിന്റെ അടുത്ത് വന്ന് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞത്. ഞാൻ പറയുന്നത് എന്താണെന്ന് ഉൾക്കൊണ്ട് മനസ്സിലാക്കാനായിട്ട് നിനക്ക് മാത്രമേ സാധിക്കുള്ളൂ. എന്തായാലും നീ എന്നെ ഹെൽപ്പ് ചെയ്യില്ലേ? നീയല്ലേ ബോയുടെ കൂടെ ഭയങ്കര ക്ലോസ് ആയിട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് നീ വേണം എന്നെ ഹെൽപ്പ് ചെയ്യാനെന്ന് പറയും. ഇതിനെന്ത് മറുപടി കൊടുക്കണോന്ന് ലിയുവിനും അറിയാൻ പാടില്ല. പുള്ളിക്കാരിക്കും ഉള്ളിന്റെ ഉള്ളില് നല്ല സങ്കടമൊക്കെ വരുന്നുണ്ട്. അങ്ങനെ നെക്സ്റ്റ് ഡേ ലിയു കോളേജിലേക്ക് വന്നിരുന്ന് സോഷ്യൽ മീഡിയ ചെക്ക് ചെയ്യും. അതിലാണെങ്കിലോ ബോയും ഫെയും പെർഫെക്റ്റ് പെയർ ആണ്, അവര് പെർഫെക്റ്റ് കപ്പിൾ ആണെന്നും പറഞ്ഞ് ഒരുപാട് പോസ്റ്റ് ഒക്കെ വരുന്നുണ്ട്. ഇത് കാണുമ്പോൾ ലിയുവിന് തന്നെ ഫെയും ബോയും ആയിരിക്കും പെർഫെക്റ്റ് കപ്പിള്, ഇവരുടെ ഇടയിലേക്ക് ഞാൻ ചെല്ലാൻ പാടില്ല എന്നുള്ള ഒരു ചിന്തയൊക്കെ വരും. അതേ ടൈമിന് ലിയു ഇരിക്കുന്ന സ്ഥലത്തേക്ക് ബോയ് വന്നിരിക്കും. നീ എന്താണ് ഇന്ന് നേരത്തെ കോളേജിലേക്ക് പോകുന്നു? അതറിയാണ്ട് നിന്നെ വെയിറ്റ് ചെയ്ത് ഞാൻ അവിടെ നിന്നു. എന്തായാലും അതൊക്കെ പോട്ടെ, ഞാൻ ഇന്നലെ ഉണ്ടല്ലോ നന്നായിട്ട് എൻജോയ് ചെയ്തു എന്ന് പറയും. അപ്പൊ തന്നെ ലിയു ആ മൂവി കണ്ട കാര്യമല്ലേ, ഞാൻ എന്തായാലും എന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ എഴുതി നിനക്ക് മെയിൽ ചെയ്യാം. ബാക്കിയുള്ളത് നീയും കൂടി എഴുതി നമുക്ക് ഈ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാന്ന് പറയും. ദേ ലിയു, ഞാൻ അത് പറയാനായിട്ടല്ല വന്നത്. ഇന്നലെ ഞാൻ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം എന്റെ അമ്മയുടെ കൂടെ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്തു. അതിനെല്ലാം കാരണം നീയാണ്. താങ്ക് യു ലിയു, നീ എന്റെ ലൈഫിലേക്ക് വന്നതിന് ശേഷം എന്റെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. എനിക്ക് ഒരുപാട് സന്തോഷങ്ങൾ നീ കാരണം കിട്ടിയിട്ടുണ്ട്. അതിനെല്ലാത്തിനും താങ്ക്സ് എന്ന് പറയും. ഇത് കേൾക്കുമ്പോ തന്നെ ലിയു ടൈമായി, ലാബിലേക്ക് പോകാൻ ടൈമായി, ഞാൻ പോവാണെന്നും പറഞ്ഞിട്ട് പയ്യെ ബോയിനെ അവോയ്ഡ് ചെയ്ത് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകും. ബോയ്ക്കാണെങ്കിലും ഒന്നും മനസ്സിലാവുന്നില്ല. ഇതെന്താണ്, ഇന്നലെ വരെ അവള് നല്ല രീതിയിലായിരുന്നല്ലോ എന്റെ അടുത്ത് പെരുമാറിയത്, ഇപ്പൊ പെട്ടെന്ന് ഇവൾക്ക് എന്ത് പറ്റി എന്നുള്ള രീതിയിൽ നിൽക്കാണ്. അങ്ങനെ സീൻ കട്ട് ചെയ്താല് ലാബിലാണ് കാണിക്കുന്നത്. ടീച്ചർ അങ്ങോട്ടേക്ക് വന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനൊരു പുതിയ പ്രോജക്റ്റ് തരുവാണ്, അത് നിങ്ങൾ രണ്ടുപേര് കൂടി ചേർന്ന് വേണം ചെയ്യാനായിട്ട്. ആരുടെ കൂടെ നിന്ന് ചെയ്യണമെന്ന് നിങ്ങൾ തന്നെ ഡിസൈഡ് ചെയ്തോന്നും പറഞ്ഞു പോകും. അപ്പൊ തന്നെ ആനും ബോയും കൂടി പരസ്പരം നോക്കും. ആനിന് ഏകദേശം കാര്യം പിടികിട്ടും. പെട്ടെന്ന് തന്നെ ലിയുവിന്റെ അടുത്ത്, ലിയു എനിക്ക് ഇവന്റെ കൂടെ ഓരോ പ്രോജക്റ്റ് ചെയ്ത് മതിയായി, നീ വേണമെങ്കിൽ ഇവിടെ വന്നിരുന്നു, എനിക്കൊരു ചേഞ്ച് വേണം, ഞാൻ എന്തായാലും ഫെയുടെ കൂടെ പെയർ ആയിക്കോളാന്ന് പറയും. ഇത് കേൾക്കുമ്പോ ലിയുവിന്റെ ഫേസ് ഒക്കെ മാറും. അപ്പൊ തന്നെ ഫെയ് ഇടക്ക് കയറി ഞാൻ ബോയുടെ കൂടെ പെയർ ആയിക്കോളാം, എനിക്ക് അവന്റെ കൂടെ ക്ലോസ് ആവണം എന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ടെന്ന് പറയും. അപ്പൊ തന്നെ ഞാനും വേണ്ട ഫെയ്, അത് ശരിയാവില്ല, നിങ്ങൾ രണ്ടുപേരും ഒരിക്കലും ചേരില്ല, അതുകൊണ്ട് അതെന്തായാലും വേണ്ടാന്ന് പറയും. എന്താ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? നിനക്ക് ചേഞ്ച് വേണ്ട പോലെ തന്നെ എനിക്കും ചേഞ്ച് ആവശ്യമാണ്. എപ്പോഴും ബോയുടെ കൂടെ വഴക്കിട്ടിരുന്നാൽ മാത്രം പോരല്ലോ, ക്ലോസ് ആവണ്ടേ. എന്തായാലും നീ ഇവിടെ വന്നിരുന്നു എന്ന് പറയും. ആനപ്പ തന്നെ തിരിഞ്ഞ് സോറിടാ, പണി പാളിപ്പോയി, എന്തായാലും വേറെ നിവൃത്തിയില്ല എന്നും പറഞ്ഞ് ആൻ നേരെ ലിയുവിന്റെ അടുത്തേക്ക് ചെന്നിരിക്കും. അങ്ങനെ ഫെയും ബോയും കൂടി ആ പ്രോജക്റ്റ് ഒരുമിച്ചിരുന്ന് ചെയ്യാനായിട്ട് തുടങ്ങും. ഇത് ദൂരത്ത് മാറി നിന്ന് ലിയുവിനെ നോക്കി നിൽക്കാൻ മാത്രമേ പറ്റുന്നുള്ളൂ. പക്ഷെ ഇവിടെ ബോയ് ആണെങ്കിലോ ഫെയിനെ അടുത്തേക്ക് അടുപ്പിക്കുന്നേ ഇല്ല. നീ എന്തായാലും മാറി നിൽക്ക്, ഞാനിത് ചെയ്തോളാന്നും പറഞ്ഞ് ഫെയിനെ കൊണ്ട് ഒന്നും ചെയ്യിപ്പിക്കാണ്ട് പുള്ളിക്കാരൻ ഒറ്റക്ക് നിന്ന് ചെയ്യാണ്. ഇതെല്ലാം ഫ്രണ്ട്സ് എല്ലാവരും കാണുന്നുണ്ട്. മിമി ആണെങ്കിലും ബോയ്ക്ക് എന്തൊരു കെയറിംഗ് ആണ്, ഫെയിനെ കണ്ട ഒന്നും ചെയ്യിപ്പിക്കുന്നില്ല, ഭയങ്കര കെയറിംഗ് ആണ്. മിക്കവാറും കുറച്ച് കഴിയുമ്പോൾ ഇവര് രണ്ടുപേരും കപ്പിൾസ് ആവുമെന്ന് പറയും. ഇത് കാണുന്ന മാർക്കും കപ്പിൾസ്, നിങ്ങളെ മര്യാദക്ക് അവരെ നോക്ക്, അവന് ശരിക്കും അവൾ അടുപ്പിക്കാണ്ടിരിക്കാണ്, രണ്ടുപേരും കപ്പിൾസ് ഒന്നും ആവില്ല എന്നറിയും. അതേ ടൈം പോയും വലിയൊരു ടെസ്റ്റ് ട്യൂബ് ഒക്കെ എടുത്ത് പ്രോജക്റ്റിന്റെ കാര്യങ്ങളൊക്കെ ചെയ്തോണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഇടയിലേക്ക് കയറാനായിട്ട് ഫെയ് വരും. ഇതിങ്ങോട്ട് ഞാൻ ചെയ്യാന്ന് പറയും. വേണ്ട, നീ ഇങ്ങോട്ട് മാറി നിന്ന്, അല്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ആ ടെസ്റ്റ് ട്യൂബ് നീ പൊട്ടിച്ച് കളയെന്നും പറഞ്ഞ് ബോയ് ഇവിടെ ഫെയിനെ ആട്ടി വിട്ടോണ്ടിരിക്കുകയാണ്. പക്ഷെ ഇത് കാണുന്ന മിമി കഴിഞ്ഞ പ്രാവശ്യം ടെസ്റ്റ് ട്യൂബ് പൊട്ടി ഫെയുടെ കയ്യിൽ കയറിയത് കൊണ്ട് ഈ പ്രാവശ്യം അങ്ങനെ ഒന്നും വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ബോയ് ഫെയിനെ കെയർഫുൾ ആയിട്ട് നോക്കുവാണെന്ന് പറയും. അപ്പൊ തന്നെ മാർക്ക്, നിങ്ങൾക്ക് ഇതൊന്നും കണ്ടിട്ട് മനസ്സിലാവുന്നില്ലേ? ബോയ് ഫെയിനെ ആട്ടി വിട്ടോണ്ടിരിക്കുകയാണ്. ബോയ് ഒരിക്കലും ഫെയിനെ ലവ് ഒന്നും ചെയ്യില്ല, അവര് കപ്പിൾ ആവാനും പോകുന്നില്ല, നിങ്ങളുടെയൊക്കെ അത്യാഗ്രഹം മാത്രമാണെന്നും പറഞ്ഞിട്ട് ഇവരെല്ലാവരും മാർക്ക് കളിയാക്കിക്കൊണ്ടിരിക്കും. ഇത് കേൾക്കുന്ന ആനും, കറക്റ്റാ നീ പറഞ്ഞത്, ആദ്യമായിട്ടാണ് ഒരു കറക്റ്റ് കാര്യം നീ പറയുന്നത്, ഒരിക്കലും ബോയും ഫെയും
ഒരു കപ്പിളാവില്ല. ബോയ്ക്ക് ഫെയിന് ഒട്ടും തന്നെ ഇഷ്ടമേ അല്ല എന്ന് പറയും. ഇതെല്ലാം കണ്ടും കേട്ടും ലിയു അവിടെ നിൽക്കുന്നുണ്ട്. അങ്ങനെ ലാബെല്ലാം കഴിഞ്ഞതിന് ശേഷം ഫെയ് നേരെ ലിയുവിന്റെ അടുത്തേക്ക് വരും. നീ എന്തായാലും പോയിക്കോ, കുറച്ച് കഴിയുമ്പോ ഞാൻ നിന്റെ അടുത്തേക്ക് വരാം, എനിക്ക് ബോയുടെ കൂടെ ഒന്ന് സംസാരിക്കണമെന്നും പറഞ്ഞ് നേരെ ബോയുടെ അടുത്തേക്ക് വരും. ബോയ്, എനിക്ക് നിന്റെ കൂടെ ഒന്ന് സംസാരിക്കണം, എന്റെ കൂടെ ഒന്ന് വരാമോ എന്ന് ചോദിക്കും. നമ്മൾ രണ്ടുപേരും കൂടി മാത്രം നിന്ന് സംസാരിക്കാനും മാത്രം ഇവിടെ എന്ത് വിഷയമാ ഉള്ളേന്ന് ഇങ്ങനെ ചോദിക്കും. ഉണ്ട്, ഒരു വിഷയമുണ്ടെന്നും പറഞ്ഞ് ഫെയ് നിർബന്ധിച്ച് ബോയിനെയും കൂട്ടി പുറത്തേക്ക് പോകും. വേറെ നിവൃത്തിയില്ലാണ്ട് ബോയും ഫെയ്യുടെ കൂടെ പോകും. പുറത്താണെങ്കിലോ ഒരു പൂച്ച ടേബിൾ മേൽ ഇങ്ങനെ ഇരിക്കാണ്. ഓടിച്ചെന്ന് ഫെയ് അതിന് തലോടും. ഞാൻ എപ്പോഴും ഇവിടെ വരുമ്പോ ഈ പൂച്ചനെ കാണുവാണെങ്കിൽ ഇങ്ങനെ തലോടാറുണ്ട്. നിനക്ക് പൂച്ചക്കുട്ടികളെ ഇഷ്ടമല്ലേ? വാ ഇങ്ങോട്ടേക്ക് വാ, ഇതിനെ വന്ന് തലോടെന്ന് പറയും. ഇതിന് വേണ്ടിയിട്ടാണോ നീ എന്നെയും കൂട്ടി പുറത്തേക്ക് വന്നേന്ന് ഇങ്ങനെ ചോദിക്കും. ആക്ച്വലി അതല്ല സംഭവം. നിനക്ക് എന്നെയും ഇഷ്ടമല്ല, എനിക്ക് നിന്നെയും ഇഷ്ടമല്ല. ഇത് നമുക്ക് രണ്ടുപേർക്കും അറിയാം. പക്ഷേ നമ്മുടെ ഇടയിൽ ഒരാളുണ്ട്, ലിയു. അവൾക്ക് നീയും ഫ്രണ്ടാണ്, ഞാനും ഫ്രണ്ടാണ്. അവള് നോക്കുമ്പോ നമ്മൾ രണ്ടുപേരും ഏതെങ്കിലും മൂലക്ക് മാറി നിന്ന് എലിയെയും പൂച്ചയും പോലെ തല്ല് പിടിച്ചോണ്ടിരിക്കുകയാണ്. ഇത് കാണുമ്പോൾ അവൾക്ക് സങ്കടം വരും. എന്തായാലും ആ കാര്യമൊക്കെ ഒന്ന് മാറ്റി നമ്മൾ രണ്ടുപേരും ഫ്രണ്ട്സ് ആവണ്ടേ? അതിന് വേണ്ടിയിട്ടാണ് ഞാൻ നിന്നെ വിളിച്ചത്. നിന്റെ ഇൻസ്റ്റയിലൊക്കെ ഒരുപാട് പൂച്ചകളുടെ ഫോട്ടോസ് ഒക്കെ നീ പോസ്റ്റ് ചെയ്യാറുണ്ട്. അത് വെച്ച് നിനക്ക് പൂച്ചകളെ ഇഷ്ടമാണെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് ഞാൻ ഈ പൂച്ചയെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്. ഇതിനെ വെച്ച് നമുക്ക് സംസാരിച്ച് ഫ്രണ്ട്സ് ആവാം. നീ എന്തായാലും ഇങ്ങോട്ടേക്ക് വാ, അതിനെ വന്ന് തലോടെന്നും പറഞ്ഞ് ഫെയ് ഓടി വന്ന് ബോയുടെ കൈ പിടിച്ച് വലിക്കും. ബോയ് അപ്പൊ തന്നെ ഫെയ്യുടെ കൈ തട്ടി മാറ്റും. നീ എന്തായി കാണിക്കുന്നത്? എനിക്ക് പൂച്ചകള് അലർജി ആണെന്ന് പറയും. ഇതെല്ലാം മാറി നിന്ന് ലിയു ശ്രദ്ധിക്കുന്നുണ്ട്. ഇത് കാണുമ്പോ തന്നെ ഫെയ്ക്ക് വല്ലാത്ത സങ്കടം വരും. സോറി ബോയ്, ഇതെനിക്ക് അറിയില്ലായിരുന്നു എന്ന് പറയും. നീ അധികം ആക്ട് ഒന്നും ചെയ്യണ്ട. നീ എന്തിനാണ് ഇപ്പോ എന്റെ അടുത്ത് വന്നതെന്ന് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം. നീ എങ്ങോട്ടേക്ക് തിരിഞ്ഞാലും അത് എന്തർത്ഥത്തിലാണെന്ന് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഞാൻ പറയുവാണ്, എന്റെയും ലിയുവിന്റെയും ഇടയ്ക്ക് നീ കയറി വരരുത്. ഇത് ലാസ്റ്റ് വാണിംഗ് ആണ്. ഇത് കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യുമെന്ന് എനിക്ക് തന്നെ അറിഞ്ഞുകൂടാന്ന് പറഞ്ഞ് ഭയങ്കര ടെററായിട്ട് ബോയ് അവിടെ നിന്ന് നടന്നു പോകും. അങ്ങനെ സീൻ കട്ട് ചെയ്താല് ഫെയ് ഭയങ്കര സങ്കടത്തില് ക്ലാസ് റൂമിൽ ഇരിക്കാണ്. ആ ടൈമിന് ലിയോ അടുത്ത് വന്നിരിക്കും. സോറി ഫെയ്, ബോയ്ക്ക് പൂച്ചകള് അലർജി ആണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു എന്ന് പറയും. അതൊന്നും കുഴപ്പമൊന്നുമില്ല. അവന്റെ ഐഡിയില് ഒരുപാട് പൂച്ചകളുടെ പിക്ചറൊക്കെ ഞാൻ കണ്ടു. അത് തെറ്റിദ്ധരിച്ചാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത്. എന്തായാലും ഇന്നലെ ഞാൻ ഈ കാര്യം നിന്റെ അടുത്ത് പറഞ്ഞപ്പോ നിന്റെ ഫേസ് മാറിയിരിക്കുമായിരുന്നു. അതുകൊണ്ട് നീ എനിക്ക് ഹെൽപ്പ് ചെയ്യില്ല എന്ന് മനസ്സിലായി. അതുകൊണ്ടാണ് ഞാനായിട്ട് തന്നെ ഒരു സ്റ്റെപ്പ് എടുത്തത്. അത് ചീറ്റിപ്പോയി. എന്തായാലും കുഴപ്പമില്ല, ഞാൻ വേറെ എന്തെങ്കിലും വഴി നോക്കിക്കോളാം. ബോയ്ക്ക് ഒരിക്കലും എന്നോട് ഇഷ്ടം തോന്നില്ല എന്ന് നിനക്ക് നേരത്തെ തന്നെ അറിയായിരുന്നല്ലേ? അതുകൊണ്ടാണോ നീ എന്നെ ഹെൽപ്പ് ചെയ്യാണ്ടിരുന്നേന്ന് ഇങ്ങനെ ചോദിക്കും. അങ്ങനെയല്ല ഫെയ്, നിനക്ക് നല്ല ഭംഗിയുണ്ട്, കഴിവുണ്ട്. അതുകൊണ്ട് എന്തായാലും അവന് നിന്നോട് ലവ് ഒക്കെ തോന്നുന്നറിയും. അവൻ എന്നെ ഒരിക്കലും സ്നേഹിക്കില്ല. അതെനിക്ക് നന്നായിട്ട് തന്നെ അറിയാം. എല്ലാവരുടെയും മുമ്പിൽ ഞാൻ കഴിവുള്ളതും ഭംഗിയുള്ളതുമായ പെൺകുട്ടിയാണ്. പക്ഷെ അവൻ എന്നെ കാണുന്നത് ഒരു മണ്ടത്തിയായിട്ടാണ്. ഒരിക്കലും അവൻ എന്നെ സ്നേഹിക്കില്ല. എനിക്കറിയാം. നീയും എന്നെ ഹെൽപ്പ് ചെയ്യാത്തത് അത് കാരണമാണ്. എന്തായാലും ഞാൻ എന്റെ വഴി നോക്കിക്കോളാം. ഞാൻ എന്തായാലും പോവാണെന്നും പറഞ്ഞ് നിൽക്കും. ആ ടൈമിന് ഫെയ്യുടെ മനസ്സിലേക്ക് ബോയ് വന്ന് ഇവളെ പ്രപ്പോസ് ചെയ്തത്, ബോയ് എങ്ങനെയൊക്കെയാണ് ഇവളെ നോക്കിയത്, രണ്ടുപേരും കൂടി എൻജോയ് ചെയ്തത്, അതേപോലെ തന്നെ ഷാ എന്റെ കയ്യിൽ ഒരു ഐഡിയ ഉണ്ട്, നമുക്ക് രണ്ടുപേർക്കും കൂടി ലവ് ചെയ്യാന്ന് പറഞ്ഞത്, ഇതെല്ലാം ഓർമ്മ വരും. അതിനുശേഷം ഫെയ് ഇവളുടെ കൂടെ എത്ര ഹോണസ്റ്റ് ആയിട്ടാണ് ഇരുന്നതെന്നുള്ള കാര്യം കൂടി ഓർമ്മ വരും. അങ്ങനെ തന്നെ ഫെയ്നെ സ്റ്റോപ്പ് ചെയ്തിട്ട്, ഫെയ് നീ ഗിവ് അപ്പ് ചെയ്യണ്ട, നിന്നെ ഞാൻ ഹെൽപ്പ് ചെയ്തോളാന്ന് പറയും. ഇത് കേൾക്കുമ്പോൾ ഫെയ്ക്ക് ഒരുപാട് ഹാപ്പി ആകും. അങ്ങനെ തന്നെ ലിയുവിനെ വന്ന് ഹഗ് ചെയ്യും. ഈ ഒരു വാക്ക് ലിയുവിന്റെ വായിൽ നിന്ന് കേൾക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഇത്രയും വലിയ ഡയലോഗ് അടിച്ചത്. അതുകൊണ്ട് തന്നെ ഫെയ് ഇപ്പൊ ഇവിടെ ജയിച്ചു നിൽക്കാണ്. അങ്ങനെ നെക്സ്റ്റ് ഡേ ബോയുടെ കഥകിലേക്ക് നമ്മുടെ ലിയു വന്ന് തട്ടും. ബോയ് വന്ന് വാതിൽ തുറന്നു നോക്കുമ്പോൾ ലിയു ആണ് നിൽക്കുന്നത്. ബോയ് നീ ഇന്ന് ഫ്രീ ആണോ എന്ന് ഇങ്ങനെ ചോദിക്കും. ഞാൻ ഫ്രീ ആണെന്ന് പറയും. ആക്ച്വലി ബോയ് ഫ്രീ ഒന്നും അല്ല, ബോയുടെ സിസ്റ്ററിന് ഓൺലൈനായിട്ട് ട്യൂഷൻ എടുത്തോണ്ടിരിക്കുകയാണ്. എന്തായാലും ലിയു വന്ന് ചോദിച്ചപ്പോ ഫ്രീ അല്ല എന്ന് പറയാനായിട്ട് പുള്ളിക്കാരന് മനസ്സ് വന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഫ്രീ ആണെന്ന് പറയും. അപ്പൊ തന്നെ ലിയു, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് ഡിന്നറിന് പോയാലോ എന്ന് ഇങ്ങനെ ചോദിക്കും. ഞാനിപ്പോ തന്നെ വരാം, എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ടെന്ന് പറഞ്ഞ് ഓടി വന്ന് ലാപ്ടോപ്പ് അടച്ചു വെച്ച് നേരെ ലിയുവിന്റെ പുറകെ പോകും. ലാസ്റ്റ് ടൈം ഇവര് ഒരു വലിയ ഹോട്ടലിലേക്ക് വന്നില്ലേ, അതേ സെയിം ഹോട്ടലിലേക്കാണ് ഇപ്പൊ വന്നിട്ടുള്ളതും. ആക്ച്വലി ഇവിടെ ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ഓഫർ ഉണ്ട്. അതായത് ഒരു ഫുഡ് വാങ്ങിയ ഒരു ഫുഡ് ഫ്രീ ആണെന്നുള്ള രീതിയിലാണ് ബോയിനെയും കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നത്. അങ്ങനെ ഫുഡൊക്കെ ഓർഡർ ചെയ്തതിന് ശേഷം എന്തായാലും നമുക്ക് ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ട് ഷോപ്പിങ്ങിനായിട്ട് പോകാലോ ഇങ്ങനെ പറയും. എന്താണ് ഇപ്പൊ ഷോപ്പിംഗ്, അതിന്റെ ആവശ്യം എന്താന്ന് ഇങ്ങനെ ചോദിക്കും. അതാ വീട്ടിലേക്ക് വെസൽസ് ഒന്നും ഇല്ലാന്ന് നിനക്കറിയാലോ, എനിക്കൊന്നും നോക്കി വാങ്ങാനായിട്ട് അറിയില്ല, അപ്പൊ നീ വന്ന് സെലക്ട് ചെയ്ത് തന്നാ മതി എന്ന് പറയും. ഓക്കെ എന്നും പറഞ്ഞ് നിൽക്കുമ്പോ പെട്ടെന്ന് അങ്ങോട്ടേക്ക് ഫെയ് കടന്നു വരും. ഫെയ്യിനെ കാണുമ്പോ തന്നെ ലിയു, ഫെയ് നീ എന്താ ഇങ്ങോട്ടേക്ക് വന്നത്, വാ വാ ഇവിടെ വന്നിരിക്കുന്നു പറയും. ഫെയ് ആണെങ്കിൽ അങ്ങോട്ടേക്ക് നടന്നു വരുമ്പോ തന്നെ ഇവിടെ സീറ്റ് ഒന്നുമില്ല. ഇവിടെ അതുമല്ലാണ്ട് ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ഓഫർ നടന്നുകൊണ്ടിരിക്കുകയാണ്.
ഒരാൾക്കും കൂടി ഫുഡ് അഫോർഡ് ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് പറ്റില്ല, ക്യാഷ് ഒന്നും കയ്യിലില്ല എന്ന് പറയും. ഇത് കേൾക്കുമ്പോൾ ലിയു എന്തിനാണ് നീ ഇത്ര കണക്ക് പറയുന്നത്, എന്തായാലും ഇവിടെ വന്നിരിക്കുന്നു പറഞ്ഞിട്ട് ഫെയിനെ അടുത്ത് പിടിച്ചെടുത്തും. ഫെയും ലിയും കൂടി പ്ലാൻ ചെയ്താണ് ഇങ്ങോട്ടേക്ക് വന്നത്. അങ്ങനെ തന്നെ ഇവരുടെ പ്ലാൻ പ്രകാരം എന്തായാലും നിങ്ങൾ രണ്ടുപേരും കൂടി ഒന്ന് സംസാരിച്ചിരിക്കും, ഞാനൊന്ന് റെസ്റ്റ് റൂമിൽ പോയിട്ട് വരാന്നും പറഞ്ഞ് ലിയു അവിടെ നിന്ന് എഴുന്നേറ്റ് അങ്ങോട്ട് പോകും. ആ ടൈമിന് ഇവര് ഓർഡർ ചെയ്ത ഫുഡും എത്തും. അപ്പൊ തന്നെ പോയി എന്തിനാ നീ ഇങ്ങോട്ടേക്ക് വന്നേന്ന് ഇങ്ങനെ ചോദിക്കും. അയ്യോ, ഞാൻ ഇങ്ങോട്ടേക്ക് ഫുഡ് കഴിക്കാനായിട്ട് വന്നതാണ്, യാദൃച്ഛികമായിട്ടാണ് നിങ്ങളെ രണ്ടുപേരെയും ഇവിടെ കണ്ടേന്ന് പറയും. നീ ഇങ്ങോട്ടേക്ക് എൻ്റർ ആയപ്പോ തന്നെ നിന്റെ ഉള്ളിലുള്ള ഉദ്ദേശം എന്താണെന്ന് എനിക്ക് നന്നായിട്ട് തന്നെ മനസ്സിലായി. അതുകൊണ്ട് അധികം ഉരുണ്ട് കളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിനക്ക് ഇത്രക്ക് ഫ്രീ ടൈം ഉണ്ടോ? അത്രക്ക് ഫ്രീ ടൈം ഉണ്ടെങ്കിൽ മറ്റുള്ളവരുടെ ലൈഫിൽ കളിച്ച പോലെ എന്റെ ലൈഫിൽ കളിക്കാനായിട്ട് എന്തിനാ വരുന്നേന്ന് ഇങ്ങനെ ചോദിക്കും. അയ്യോ, നീ പറയുന്ന പോലെ എനിക്ക് അത്രക്ക് ഫ്രീ ടൈം ഒന്നുമില്ല, പക്ഷെ നിന്റെ ലൈഫിൽ കളിക്കാനും മാത്രമുള്ള ഫ്രീ ടൈം ഒക്കെ എന്റെ കയ്യിലുണ്ടെന്ന് പറയും. അതേ ടൈം ലിയു ആണെങ്കിലോ റെസ്റ്റ് റൂമിൽ പോയിരുന്ന് വല്ലാണ്ട് ഫീൽ ചെയ്ത് ബോയ് കൊടുത്ത ആ ഒരു ടോയൊക്കെ എടുത്ത് നോക്കും. ആ ടൈമിന് കറക്റ്റ് ആയിട്ട് ഷായും കോള് ചെയ്യും. നീ ബോയുടെ കൂടെ ഇവിടെ നിന്ന് പോകുന്നത് ഞാൻ കണ്ടായിരുന്നു, നിങ്ങളിപ്പോ എവിടെയാണെന്ന് ഇങ്ങനെ ചോദിച്ച് തീരുന്നതേ ഉണ്ടാവുള്ളൂ. ആ ടൈമിന് തന്നെ ലിയു വല്ലാണ്ട് കരയാനായിട്ട് തുടങ്ങും. അതേ ടൈം ബോയ് ആണെങ്കിലോ നീ ഇനി എത്ര നാള് ലിയുനെ മണ്ടിയാക്കിക്കൊണ്ടിരിക്കുമെന്ന് ഇങ്ങനെ ചോദിക്കും. ആക്ച്വലി ഞാൻ അവളെ മണ്ടിയാക്കാനൊന്നും നിൽക്കുന്നില്ല, വേറൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. ഞാൻ എന്റെ ട്രാക്കിലൂടെയാണ് പോകുന്നത്. എനിക്ക് നിന്റെ ഗേൾ ഫ്രണ്ട് ആവണം. നമ്മുടെ കോളേജിൽ മൊത്തം നമ്മൾ രണ്ടുപേരും ഗേൾ ഫ്രണ്ടും ബോയ് ഫ്രണ്ടുമായ സൂപ്പർ ആയിരിക്കും എന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് കപ്പിൾസ് ആവാം. അങ്ങനെ കപ്പിൾസ് ആയാൽ നമ്മൾ ഫേമസ് ആകും. അത് വെച്ച് നമുക്ക് ഒരുപാട് ക്യാഷ് ഉണ്ടാക്കാം. നമ്മുടെ ലൈഫ് നമുക്ക് എൻജോയ് ചെയ്ത് ജീവിക്കാന്ന് പറയും. എനിക്കറിയാം ഇങ്ങനെയുള്ള കാര്യങ്ങള് എന്തെങ്കിലും പൊക്കി പിടിച്ച് നീ വരുമെന്ന്. നീ ശരിക്കും ഉഡായിപ്പാണ്. മറ്റുള്ളവരുടെ ഫീലിങ്സ് വെച്ചും മറ്റുള്ളവരെ ചവിട്ടി താഴ്ത്തിയും അവരെ എല്ലാവരെയും യൂസ് ചെയ്തും നിനക്ക് സക്സസ് ആവണം, അതല്ലേ നിന്റെ ഉദ്ദേശം എന്ന് ഇങ്ങനെ ചോദിക്കും. ഓ സൂപ്പർ, ഇത് നീ നേരത്തെ തന്നെ ഗെസ് ചെയ്തു. എന്തായാലും കോംപ്ലിമെന്റ് ചെയ്തതിന് നന്ദിയുണ്ട്. നീ നേരത്തെ തന്നെ എന്നെ മനസ്സിലാക്കിയല്ലോ എന്ന് ഇങ്ങനെ പറയും. നീ എന്തായാലും നിന്റെ ഒറിജിനൽ ഫേസ് എന്റെ മുൻപിൽ കാണിച്ചു, അതിന് നന്ദിയൊക്കെ ഉണ്ട്. പിന്നെ നിന്റെ ഈ മാനിപ്പുലേഷനുമായിട്ട് എന്റെ അടുത്തേക്ക് വരരുത്. എന്റെയും ലിയുന്റെയും ലൈഫിലേക്ക് നീ ഇടപെടാനേ വരരുത്. എനിക്ക് നിന്നെ കണ്ണെടുത്താ കണ്ടൂടാ, അത്രയ്ക്കും വെറുപ്പും അറപ്പുമാണെന്ന് പറയും. അതിന് എനിക്ക് നിന്നെ ഇഷ്ടമാണെന്നാണോ നീ വിചാരിച്ചിരിക്കുന്നത്? എനിക്ക് നിന്നെ ഇഷ്ടമല്ല, എനിക്കും നിന്നെ വെറുപ്പ് തന്നെയാണ്. പിന്നെ എന്റെ പേഴ്സണൽ ഫീലിംഗ് ഒക്കെ മാറ്റിവെച്ച് എനിക്ക് കിട്ടിയ ഓപ്പർച്യൂണിറ്റിയുമായിട്ട് ഞാൻ മുന്നേറി പോകുന്നു. നീയും നല്ല ബുദ്ധിമാനായിട്ടുള്ള പയ്യനല്ലേ, നീയും ഒന്ന് ചിന്തിച്ചു നോക്കെന്ന് പറയും. അപ്പൊ തന്നെ പോയും ഫേയ് നീ ശരിക്കും സൈക്കോയാണ്, നോർമൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും നീ പറയില്ലേ നീ ചോദിക്കും. ഞാൻ പറഞ്ഞതില് എന്താ അബ്നോർമാലിറ്റി ആണുള്ളത്? ശരിക്കും നമ്മളിപ്പോ ഇവിടെ ഇരിക്കുന്നത് നോർമൽ ആയിട്ടുള്ള കാര്യമാണ്. കാണാൻ ഭംഗിയുള്ള ഒരു പെണ്ണും കാണാൻ ഹാൻസം ആയിട്ടുള്ള ഒരു പയ്യനും നമ്മൾ ഡേറ്റ് ചെയ്യുന്നതാണ് നോർമൽ ആയിട്ടുള്ള കാര്യം. പിന്നെ അബ്നോർമൽ ആയിട്ടുള്ള കാര്യം എന്താണെന്നാല് ജന്മന അഗ്ലി ആയിട്ടുള്ള ഒരു പെൺകുട്ടി പ്ലാസ്റ്റിക് സർജറി ചെയ്ത് സുന്ദരിയാവുന്നു. ആ ഒരു പെൺകുട്ടിയുടെ കൂടെ ഹാൻസം ആയിട്ടുള്ള ഒരു പയ്യൻ ഡേറ്റ് ചെയ്ത അതിലൊരു അബ്നോർമാലിറ്റി ഉണ്ടെന്ന് പറയും. നീ ശരിക്കും ഒരു സൈക്കോയാണ്, ശരിക്കും നീ ലിയുനെ ചീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് നിനക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് ചോദിക്കും. ഇതിൽ മനസ്സിലാക്കാനായിട്ട് എന്താ ഉള്ളത്? എല്ലാവരും ചിന്തിക്കുന്ന പോലെ തന്നെ നമ്മൾ രണ്ടുപേരുമായിരിക്കും നല്ല കപ്പിളെന്ന് അവളും ചിന്തിക്കും. അതിലൊരു തെറ്റും എനിക്ക് പറയാൻ പറ്റില്ല എന്ന് പറയും. ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ ലിയു റെസ്റ്റ് റൂമിൽ ഇരുന്ന് വല്ലാണ്ട് ഫീൽ ചെയ്ത് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്റെ ലവ് ഒന്നും അവരുടെ ഇടയിലേക്ക് കൊണ്ടുവരാനായിട്ട് പാടില്ല. ഫെയ്യും ബോയുമാണ് കറക്റ്റ് പേര്. ഞാൻ എന്തായാലും അവരുടെ ഇടയിലേക്ക് പോവാൻ പാടില്ല എന്നും പറഞ്ഞ് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്ത് എങ്ങി കരഞ്ഞുകൊണ്ടിരിക്കും. അതേ ടൈം ബോയും നീ ശരിക്കും ലിയുനെ ബ്രെയിൻ വാഷ് ചെയ്തു, അതുകൊണ്ടാണ് അവൾ എന്നെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്, അങ്ങനെയല്ലേ നീ ചോദിക്കും. അതിന് ഞാൻ അവളെ ബ്രെയിൻ വാഷ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അവളുടെ ബ്രെയിനിൽ മൊത്തം അവളൊരു അഗ്ലി ആയിട്ടുള്ള പേഴ്സൺ ആണ്, അതും പ്ലാസ്റ്റിക് സർജറി ചെയ്ത ഒരു പെൺകുട്ടി. അങ്ങനെയുള്ള താൻ ഒരിക്കലും ബോയ്ക്ക് ചേർന്ന ഒരാളല്ലാന്ന് അവൾക്ക് നന്നായിട്ട് തന്നെ അറിയാം. ഞാനും നീയുമായിരിക്കും ബെസ്റ്റ് പെയർന്ന് അവളുടെ മനസ്സിലുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ബ്രെയിൻ വാഷ് ചെയ്യേണ്ട ആവശ്യമൊന്നും ഇവിടെ ഇല്ല എന്ന് പറയും. നീ എന്തൊക്കെ പറഞ്ഞാലും എങ്ങനെയൊക്കെ മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിച്ചാലും എനിക്ക് നിന്നെ ഇഷ്ടമാവില്ല. എനിക്ക് നിന്നെ കുറിച്ച് ഒന്നും അറിയില്ല, പക്ഷെ ലിയുനെ കുറിച്ച് എനിക്ക് എല്ലാം അറിയാം. എനിക്ക് അവളെ ഒരുപാട് ഇഷ്ടമാണെന്ന് പറയും. കേൾക്കുമ്പോ തന്നെ ഫേ ഒരുപാട് ചിരിക്കും. നീ എന്താ വിചാരിച്ചിരിക്കുന്നത്? അവളുടെ മനസ്സിൽ മൊത്തം നമ്മൾ രണ്ടുപേരുമാണ് കറക്റ്റ് ആയിട്ടുള്ള പെയർ എന്നാണ്. ശരിക്കും അവൾക്ക് നിന്നോട് ഇഷ്ടമൊന്നുമില്ല, അതുകൊണ്ടല്ലേ അവൾ നമുക്കൊരു ഡേറ്റ് അറേഞ്ച് ചെയ്ത് തന്നത്. ദേ എനിക്കുള്ള വെജിറ്റബിൾ സാലഡ് പോലും അവൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. നീ വേണമെങ്കിൽ നോക്കിക്കോ, നമുക്കൊരു സ്പേസ് തന്നിട്ട് അവൾ എന്തായാലും ഇവിടെ നിന്ന് പോകുമെന്ന് പറയും. പെട്ടെന്ന് തന്നെ ബോയും തിരിഞ്ഞു നോക്കും. ഫെയ് പറഞ്ഞ പോലെ തന്നെ ലിയു പോവാനായിട്ട് നിൽക്കാണ്. ഇത് കാണുമ്പോ തന്നെ ബോയും അവന്റെ ബാഗ് എടുത്തിട്ട് നേരെ ലിയുവിന്റെ അടുത്തേക്ക് ചെല്ലും. നീ എന്ത് പണിയായി കാണിക്കുന്നതെന്ന് ഇങ്ങനെ ചോദിക്കും. ഞാൻ എന്ത് പണിയാ കാണിച്ചത്? എനിക്കിപ്പോ ഒരു പേഴ്സണൽ കാര്യം വന്നു, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിന്ന് പോകുന്നെന്ന് പറയും. വേണ്ട ലിയു, എന്നോട് പറയണ്ട, എനിക്കറിയാം നീ ഞാനും ഫെയ്യും
സംസാരിച്ചോട്ടെ എന്ന് വിചാരിച്ചല്ലേ ഇവിടെ നിന്ന് പോകുന്നത്. നീയല്ലേ സത്യത്തില് ഈ ഡേറ്റ് പോലും അറേഞ്ച് ചെയ്തത്. എന്റെ മനസ്സിലുള്ളത് എന്താണെന്ന് നിനക്ക് അറിയാവുന്നതല്ലേ, എന്നിട്ടും നീ എന്നെ വേദനിപ്പിക്കുവാണോ? എനിക്കൊരിക്കലും ഫെയിനെ ഇഷ്ടപ്പെടാനായിട്ട് സാധിക്കില്ല. എനിക്കിഷ്ടം നിന്നെയാണ്. നീ എന്തിനാണ് മറ്റുള്ളവര് എന്ത് പറയുമെന്ന് വിചാരിച്ച് നിന്റെ ഉള്ളിലുള്ള സ്നേഹം നീ എൻ്റെ അടുത്ത് തുറന്നു പറയാണ്ടിരിക്കുന്നത്? മറ്റുള്ളവരെ നോക്കണ്ട. അങ്ങനെ നോക്കിയാ നീ നിനക്ക് വേണ്ടി എപ്പോഴാ ജീവിക്കുന്നത്? ഞാനൊരിക്കലും മറ്റുള്ളവര് എന്ത് പറയുമെന്ന് ചിന്തിച്ച് നടക്കുന്ന ഒരാളല്ലാന്ന് പറയും. ഇപ്പൊ നീ ശരിക്കും മറ്റുള്ളവർ പറയുന്നത് കേട്ട് ജീവിക്കുന്ന ഒരാളല്ലായിരിക്കാം. പക്ഷേ മാരേജ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം മറ്റുള്ളവർ പറയുന്നത് കേൾക്കുമ്പോൾ നിനക്ക് ചിലപ്പോ സഹിക്കാൻ കഴിയില്ല. അങ്ങനെയാണ് ഈ ഡിവോഴ്സ് ഒക്കെ നടക്കുന്നതെന്ന് ഇങ്ങനെ പറയും. ലിയോ, മറ്റുള്ളവര് എന്ത് പറഞ്ഞോട്ടെ, നമുക്ക് രണ്ടുപേർക്കും കൂടി എന്ത് പ്രോബ്ലം ആണെങ്കിലും നിന്ന് ഫേസ് ചെയ്യാ. അതല്ലേ വേണ്ടത്. മറ്റുള്ളവര് എന്ത് പറയുമെന്ന് പേടിച്ച് നീ എന്നെ ഇട്ടേച്ച് പോവരുത്. എന്നെ ഇങ്ങനെ അവോയ്ഡ് ചെയ്യരുത്. എന്താണെങ്കിലും നമുക്ക് ഒരുമിച്ച് നിൽക്കാം. എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ് ലിയു. നിനക്കും എന്നെ ഇഷ്ടമാണെന്ന് എനിക്കറിയാം. മറ്റുള്ളവരെ പേടിച്ചല്ലേ നീ എന്നോടുള്ള ഇഷ്ടം എൻ്റെ അടുത്ത് തുറന്നു പറയാത്തേന്ന് ഇങ്ങനെ ചോദിക്കും. അപ്പൊ തന്നെ ലിയു, ഇപ്പോ എന്റെ വായിൽ നിന്ന് എന്താണെങ്കിലും നിനക്ക് കേൾക്കണം. അത്രയല്ലേ ഉള്ളൂ എന്നും പറഞ്ഞിട്ട് എനിക്ക് നിന്നെ ഇഷ്ടമല്ല, ഒരിക്കലും എനിക്ക് നിന്റെ മേത്ത് ഫീലിങ്സും വരില്ല, എന്താ ഇത്രയും പോരെന്നും പറഞ്ഞ് ലിയു ഭയങ്കര സങ്കടപ്പെട്ട് അവിടെ നിന്നും അങ്ങോട്ട് നടന്നു പോകും. ബോയ്ക്കും വല്ലാത്തൊരു സങ്കടമൊക്കെ വന്ന് ഭയങ്കര ഫീലിങ്ങോട് കൂടി തന്നെ നിൽക്കാണ്. എന്തായാലും ഇതോടുകൂടി തന്നെ ഇന്നത്തെ പാർട്ടും കൂടി ഞാൻ അവസാനിപ്പിക്കുകയാണ്. നെക്സ്റ്റ് പാർട്ടുമായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. അപ്പോ പുതിയ കൂട്ടുകാരെങ്കിലും നമ്മുടെ ഈ ചാനൽ വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെച്ചേക്കുക. കൂടെ തന്നെ വീഡിയോക്ക് ഒരു ലൈക്കും വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റിലൂടെയും അറിയിച്ച് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് പാർട്ടുമായിട്ട് വരുന്നവരേക്കും ടാറ്റ ബൈ ബൈ, സീ യു.